ആത്മാവിന്റെ കൃപ കളയുന്ന അനാവശ്യമായ സംസാരങ്ങളെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാനുള്ള ഒരു തീരുമാനമുണ്ടാകും. പലപ്പോഴും കാരിസ്മയിലെ തന്നെ നമ്മെ സ്നേഹിക്കുന്ന വൈദികരെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത്രയൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ നടക്കുന്ന സമയത്ത് ആ തമ്പുരാന്റെ അടുത്ത് കുറച്ചു നേരം പോയി ഇരിക്കുവാണെങ്കിൽ, കുറച്ചൊന്ന് ശാന്തമായിട്ടിരിക്കുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആത്മീയമായിട്ടുള്ള വളർച്ച ഉണ്ടാകുമല്ലോ. അന്നത്തെ കാലത്ത് അതൊന്നും മനസ്സിലാക്കാനുള്ള വലിയ ജ്ഞാനമോ അറിവോ ഗ്രാഹ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒത്തിരി സംസാരത്തിലൊക്കെ വ്യാപരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ശുശ്രൂഷകളിലൂടെയും ദൈവമക്കളുടെ ജീവിതത്തിലൂടെയും അതിനേക്കാൾ ഉപരി അനേകം വിശുദ്ധരുടെ ജീവിത കഥകളിലൂടെയും ജീവിതത്തിലൂടെയും അതിനേക്കാൾ ഉപരി ആത്മീയമായി വളർന്ന അനേകം ജീവിതങ്ങളുടെ ജീവിത കഥകളിലൂടെ എല്ലാം കടന്നുപോയപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആത്മീയതയിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നവര്, വളർന്നവര് ഒത്തിരി സംസാരിക്കാൻ പോകില്ല. ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കില്ല. സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രവർത്തിക്കുന്നവരായിട്ട് മാറും. എന്ന് കരുതി സംസാരിക്കേണ്ട ചില കാര്യങ്ങൾക്ക് സംസാരിക്കില്ല എന്നുള്ള അർത്ഥമില്ല. അവിടെ ആത്മാവിന്റെ കൃപ കളയുന്ന അനാവശ്യമായ സംസാരങ്ങളെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാനുള്ള ഒരു തീരുമാനമുണ്ടാകും. എനിക്ക് നിശബ്ദനാകാൻ അല്ലെങ്കിൽ നിശബ്ദയാകാൻ പഠിക്കുക എന്നുള്ള ഒരു പുണ്യം കൂടിയാണ്. ഇതെങ്ങനെയാണ് പുണ്യമാണെന്ന് മാറുന്നതെന്നായിരിക്കും. ഒന്ന് ആലോചിച്ചൊക്കെ, നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന, നിങ്ങൾക്ക് ഒരു ഭാരം സമ്മാനിക്കുന്ന, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വിധത്തില് നമ്മളില്ലേ ഇങ്ങനെ അകാരണമായ ചില കുറ്റാരോപണങ്ങൾക്ക് വിധേയരാകപ്പെടുമ്പോ അപ്പോഴൊന്നും നിശബ്ദനാകാൻ നമുക്ക് പറ്റില്ല. സ്വാഭാവികമാണ്. നമ്മളത് എത്ര പേരെടുത്ത് പറഞ്ഞ് സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല. കാണുന്നവരടുത്തോ എല്ലാവരുടെ അടുത്തും പറയും, അയ്യോ ഞാനങ്ങനെ ചെയ്തിട്ടില്ല കേട്ടാ, ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടാ, ചുമ്മാ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കേട്ടാ. ശരിയായിരിക്കാം, ചെയ്തിട്ടില്ലായിരിക്കാം, ചെയ്തിട്ടുണ്ടാകാം, എന്തും ആകട്ടെ. പക്ഷെ നമുക്ക് നിശബ്ദരായിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിശബ്ദരാകാൻ പഠിക്കുക എന്നുള്ളത് ശരിക്കൊരു പുണ്യം തന്നെയാണ്. ഈ കുടുംബങ്ങളിലൊക്കെ അടിയും ബഹളമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ശരിക്കും ആരെങ്കിലും ഒരാള് നിശബ്ദരാകുവാണെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ അവിടെ തീരും. എനിക്കൊന്ന് ബഹുമാനപ്പെട്ട കാര്യച്ചൻ എഴുതിയൊരു പുസ്തകം, ദൈവത്തെ പ്രണയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളൊരു പുസ്തകത്തില്, അല്ലെങ്കിൽ ദൈവത്തെ പ്രണയിക്കാം എന്നുള്ള ആ ഒരു ചിന്ത തരുന്ന പുസ്തകത്തില് കാര്യച്ചൻ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളാണ് ദമ്പതിമാര് സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ. അതില് അച്ഛൻ പറയുന്ന ഒരു ചോദ്യമാണ്, എൻ്റെ ഭാര്യയ്ക്ക് അല്പം നിശബ്ദത ആഗ്രഹിക്കുന്ന സമയത്ത് എനിക്കത് കൊടുക്കാൻ കഴിയുമോ? എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് അല്പം നിശബ്ദത ആഗ്രഹിക്കുന്ന സമയത്ത്, ഒന്ന് ശാന്തമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അത് കൊടുക്കാൻ നമുക്ക് കഴിയുമോ? ഇപ്പോ നമ്മുടെ കൂടെ വസിക്കുന്നവരുടെ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ പോലും അല്പമെങ്കിലും ഒന്ന് നിശബ്ദരാകാൻ നമുക്ക് കഴിയും. കാരണം എന്താണെന്നറിയാവോ? ഈ ശാന്തത, നിശബ്ദത എന്ന് പറയുമ്പോൾ ആത്മീയ അർത്ഥത്തിൽ എടുക്കാവോ? ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതല്ല, പ്ലാസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് നടക്കുന്നതല്ല നിശബ്ദത എന്ന് പറയുന്നത്. നമ്മള് അധികം ഇങ്ങനെ മറ്റുള്ളവരോട്ടുള്ള സംസാരം കുറച്ചിട്ട് നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്ന എൻ്റെ ഒരു ആത്മീയ വശമാണ് നിശബ്ദത എന്ന് പറയുന്നത്. അല്ലാതെ ആരോടും മിണ്ടാതെ ഒളിച്ചിരിക്കുന്ന ഒരു ആത്മീയ ജീവിതത്തെ കുറിച്ചല്ല അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ സമയം മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ ദൈവത്തോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്ന ഒരു ആത്മീയ ജീവിത ക്രമത്തെയാണ് നിശബ്ദത എന്ന് പറയുന്നത്.